we are going to discuss about operators in C++ and its precedents. In C++, operators are classified into arithmetic operator, relational operator, logical operator, input-output operator, assignment operator, shorthand operator, increment operator and decrement operator. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്താണെന്നും ഇതിലെ ആദ്യത്തെ 5 ഓപ്പറേറ്റേഴ്സുകളും വിശദമായി പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റർ, ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ, ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്നിവയെക്കുറിച്ചും ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രിസിഡൻസിനെ കുറിച്ചുമാണ് നമ്മളിവിടെ വിശദീകരിക്കുന്നത്. സോ ഓപ്പറേറ്റേഴ്സ് നമുക്കറിയാം, ഓപ്പറേറ്റേഴ്സ് ആർ ദ സിംബൽസ് യൂസ്ഡ് ഫോർ പെർഫോമിംഗ് ഓപ്പറേഷൻസ്. Arithmetic operators in C++, there are 5 arithmetic operators. They are plus, minus, into, div and modulo operator. Relational operators in C++ are less than or equal to, greater than or equal to and not equal to. Logical operators, logical and, logical or and logical not operator. Input operator and output operator. This first one is known as input operator and the second one is known as output operator. So input operator is used with the object seen and output operator is used with the object cout. Assignment operator is used for is a single equal. It is used for assigning a value to a variable. So ഈ 3 ഓപ്പറേറ്റേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതാണ് അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റർ. അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഇൻ C++ ആർ പ്ലസ് ഈക്വൽ, മൈനസ് ഈക്വൽ, ഇൻറ്റു ഈക്വൽ, ഡിവ് ഈക്വൽ, മോഡുലോ ഈക്വൽ. ഇങ്ങനെ 5 അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഈ ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റർ എന്നും പറയാം. സോ ഇത് യൂസ് ചെയ്യുന്നത്, സോ കൺസിഡർ എക്സാമ്പിൾ എ ഈക്വൽ ടു എ പ്ലസ് 10. സോ ഇങ്ങനൊരു ഇക്വേഷനിൽ LHSലും RHSലും സെയിം വേരിയബിളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് ഇങ്ങനെയും മാറ്റാം, എ പ്ലസ് ഈക്വൽ 10. അപ്പോൾ നമ്മളതിൽ ആ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളൊന്ന് ഷോർട്ടൺ ചെയ്തു. സോ അതുകൊണ്ടാണ് ഇതിൻ്റെ ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ LHSലും RHS സെയിം വേരിയബിൾ എ വന്നു അല്ലേ, എ ഈക്വൽ ടു എ പ്ലസ് 10. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ എങ്ങനെ എഴുതാം, എ പ്ലസ് ഈക്വൽ 10. സോ ദിസ് പ്ലസ് ഈക്വൽ ഈസ് നോൺ ആസ് അസൈൻമെൻറ്റ്, ഷോർട്ട് ഹാൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. For another example, consider other examples. X plus equal to 10. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, this is also equal to x equal x plus 10. x equal x plus 10 എന്ന് പറയുമ്പോൾ LHSലും RHSലും x വന്നു അല്ലേ. അപ്പോൾ x plus equal 10 ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്, രണ്ടും ചെയ്ത സെയിം ഓപ്പറേഷനാണ്. അതേപോലെ x equal to x minus 10, that is equal to x minus equal to 10. x equals x into 10, that is equal to x into equal 10. x equal to x divided by 10, that is equal to x divided by equal to 10. x equal to x modulo 10, that is equal to x modulo equal to 10. ഇങ്ങനെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഷോർട്ടായിട്ട് എഴുതാം. സോ അതുകൊണ്ട് ഈ ഓപ്പറേറ്റേഴ്സിന് പറയുന്ന പേരാണ് ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. സോ ദർ ആർ 5 arithmetic assignment operators in C++. They are plus equal, minus equal, into equal, div equal, modulo equal. കാരണം നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് 5 എണ്ണാണുള്ളത്. ആ ഓപ്പറേറ്റേഴ്സിൻ്റെ കൂടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് നമുക്ക് ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ ഉപയോഗം. സോ നെക്സ്റ്റ് ഓപ്പറേറ്റർ ഈസ് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ. ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ആണ് പ്ലസ് പ്ലസ്. ദിസ് ഈസ് എ യൂണറി ഓപ്പറേറ്റർ. നമ്മൾ യൂണറി ഓപ്പറേറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂണറി ഓപ്പറേറ്ററിൻ്റെ കൂടെ ഒരു ഓപ്പറേറ്ററും ഒരു ഓപ്പറൻറ്റുമാണുള്ളത്. സോ പ്ലസ് പ്ലസ്, ദിസ് ഇസ് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ഈസ് എ യൂണറി ഓപ്പറേറ്റർ. ഒറ്റ ഓപ്പറൻറ്റ് മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്യുള്ളൂ. സോ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രിമെൻറ്റിംഗ് ദ കണ്ടൻറ്റ് ഓഫ് ആൻ ഇൻറ്റീജർ വേരിയബിൾ ബൈ 1. നമ്മൾ എന്താണോ വാല്യൂ +1 ഒരു വാല്യൂ ഒന്ന് പ്രാവശ്യം ഇൻക്രിമെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്.
സോ ഇത് ഇങ്ങനെയാണ് നമ്മൾ റൈറ്റ് ചെയ്യുക. നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഒന്നെങ്കിൽ പ്ലസ് പ്ലസ് എക്സ്, ലെറ്റ് എക്സ് ഇസ് എ ഡാറ്റ് വേരിയബിൾ, അങ്ങനെയാണ് നമുക്ക് എഴുതാം പ്ലസ് പ്ലസ് എക്സ്. അതേപോലെ നമുക്ക് എഴുതാം എക്സ് പ്ലസ് പ്ലസ്. രണ്ടും ചെയ്യുന്ന ഒരേ ജോലിയാണ്. എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. എന്താണോ എക്സിൻ്റെ വാല്യൂ അത് പ്ലസ് 1 ഒരു പ്രാവശ്യം ഇൻക്രിമെൻറ്റ് ചെയ്യും. സോ അതാണ്. ഇപ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 യൂസ് ചെയ്തതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്താൽ മതി? പ്ലസ് പ്ലസ് എക്സ് അല്ലെങ്കിൽ എക്സ് പ്ലസ് പ്ലസ് എഴുതാം. രണ്ടും ചെയ്യുന്നത് ഒരേ ഓപ്പറേഷനാണ്. ഇതിനെയാണ് നമുക്ക് ഇങ്ങനെ എഴുതാം, ഷോർട്ടായിട്ട് എഴുതാം. എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 തന്നെയാണ് നമ്മൾ എന്ത് നേരത്തെ പറഞ്ഞത്, എക്സ് പ്ലസ് ഈക്വൽസ് 1. സോ ഇവിടെ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ ചെയ്യുന്നത് it increments the value by 1. So it is a unary operator. So അതിൻ്റെ കൂടെ ഒരു ഓപ്പറൻറ്റേ ഉണ്ടാവുള്ളൂ. സോ നമുക്ക് എങ്ങനെ പ്ലസ് പ്ലസ് എക്സ് എന്ന് എഴുതാം അല്ലെങ്കിൽ എക്സ് പ്ലസ് പ്ലസ് എന്ന് എഴുതാം. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡാറ്റ. എന്താണോ വേരിയബിൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ഈ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. സോ പ്ലസ് പ്ലസ് എക്സ് മീൻസ് ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. അതേപോലെ എക്സ് പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്, എക്സിൻ്റെ വാല്യൂ ബൈ 1. ലെറ്റ് എക്സ് ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ പ്ലസ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായി മാറിയിട്ടുണ്ടാവും, 6 ആയിട്ട് മാറിയിട്ടുണ്ടാവും. സോ അതാണ് അത് ചെയ്യുന്ന ഓപ്പറേഷൻ. ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററാണ് മൈനസ് മൈനസ്. ദിസ് ഇസ് ആൾസോ എ യൂണറി ഓപ്പറേറ്റർ. സോ ഇറ്റ് ഡിക്രിമെൻറ്റ്സ് ദ കണ്ടൻറ്റ് ഓഫ് ആൻ ഇൻറ്റീജർ വേരിയബിൾ ബൈ 1. നേരത്തെ പ്ലസ് 1 ആണെങ്കിൽ ഇവിടെ ചെയ്യുന്ന മൈനസ് 1 ആണ്. എന്താണോ അതിൻ്റെ കണ്ടൻറ്റ് ആ കണ്ടൻറ്റ് ഒരു പ്രാവശ്യം ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ. സോ ഇതൊരു യൂണറി ഓപ്പറേറ്ററാണ്. സോ ഇത് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇപ്പോൾ എക്സ് ഇസ് എ വേരിയബിൾ ആണെങ്കിൽ മൈനസ് മൈനസ് എക്സ് എന്ന് എഴുതാം അല്ലെങ്കിൽ എക്സ് മൈനസ് മൈനസ്. സോ ബോത്ത് ആർ ഈക്വലൻ ടു എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1. എന്താണോ എക്സിൻ്റെ വാല്യൂ അത് 1 ടൈം ഒരു പ്രാവശ്യം ഡിക്രിമെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററാണ് മൈനസ് മൈനസ്. ഇപ്പോൾ എക്സ് ഫോർ എക്സാമ്പിൾ എക്സിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ മൈനസ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായി മാറിയിട്ടുണ്ടാവും, 3 ആയി മാറിയിട്ടുണ്ടാവും. 4 മൈനസ് 1 3. സോ അങ്ങനെ ഉള്ള കണ്ടന്റിനെ ഒരു പ്രാവശ്യം ഡിക്രിമെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. സോ ബോത്ത് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ ആർ യൂണറി ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ C++ൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ്. പ്രിസിഡൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഒരുപാട് ഓപ്പറേറ്റേഴ്സ് പഠിച്ചു. ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ വരുമ്പോൾ അതിൽ ഏത് ഓപ്പറേറ്ററിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ഓപ്പറേറ്ററാണ് ആദ്യം പെർഫോം ചെയ്യേണ്ടത്, ഡാറ്റ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത് തീരുമാനിക്കുന്നത് അതിൻ്റെ പ്രിസിഡൻസ് ആണ്, അതിൻ്റെ പ്രയോറിറ്റിയാണ്. സോ ഇൻ C++ ഇറ്റ് ഗിവ്സ് പ്രയോറിറ്റി ടു ദ ഓപ്പറേറ്റേഴ്സ് ഫോർ എക്സിക്യൂഷൻ. ഓരോ ഓപ്പറേറ്ററിനും ഓരോ പ്രയോറിറ്റിയാണ് C++ ഉള്ളത്. സോ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും പാരാന്തസിസിലാണ്, അതായത് ബ്രാക്കറ്റിൻ്റെ അകത്തുള്ളതിനെയാണ് എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി. ഇപ്പോൾ എത്ര ഓപ്പറേഷൻ വലിയ വലിയ എക്സ്പ്രഷൻ ആണെങ്കിലും ഒരു ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. If the expression is not parenthized, it is evaluated according to some precedence order. ഇത് നമ്മൾ ഈ എക്സ്പ്രഷൻസിൽ ഒരു പാരാന്തസിസ് അല്ലെങ്കിൽ ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യും എന്നതാണ് പ്രിസിഡൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് പറയുന്നത്. സോ അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് എപ്പോഴും പാരാന്തസിസിനെയാണ്. അത് പ്രയോറിറ്റി അതിൻ്റെ ക്രമത്തിലാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഏതൊരു ഓപ്പറേഷനിലും ആദ്യത്തെ പ്രയോറിറ്റി ബ്രാക്കറ്റിനാണ്. ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ മാത്രം സെക്കൻഡ് പ്രയോറിറ്റി ആർക്ക് വരും, യൂണറി ഓപ്പറേറ്റേഴ്സിനാണ്. യൂണറി ഓപ്പറേറ്റേഴ്സിലെ ഇൻക്രിമെൻറ്റ് നമ്മളിപ്പോൾ പറഞ്ഞു പ്ലസ് പ്ലസ് മൈനസ് മൈനസ് ഡിക്രിമെൻറ്റ്, ആൻഡ് ദിസ് വൺ ഈസ് നോട്ട് ഈസ് എ യൂണറി ഓപ്പറേറ്റർ. അതേപോലെ യൂണറി പ്ലസ്, യൂണറി മൈനസ്, അതേപോലെ സൈസ് ഓഫ്, ഇങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ് വരികയാണെങ്കിൽ അതിനായിരിക്കും സെക്കൻഡ് പ്രയോറിറ്റി. ദെൻ തേർഡ് പ്രയോറിറ്റി, മൂന്നാമത്തെ പ്രയോറിറ്റി കൊടുക്കുന്നത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലോ ഓപ്പറേറ്റർ. അപ്പോൾ മൂന്നെണ്ണത്തിന് സെയിം പ്രയോറിറ്റിയാണ്. അപ്പോൾ ഇതിൽ ആദ്യം ആരാണോ വരുന്നത് അത് അവരുടെ ക്രമത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് മോഡുലോ ഓപ്പറേറ്റർ ഈസ് ദ തേർഡ് പ്രയോറിറ്റി. നാലാമത്തെ പ്രയോറിറ്റി അഡീഷനും സബ്ട്രാക്ഷനും. എന്നിട്ടാണ് അഞ്ചാമത്തെ പ്രയോറിറ്റി ആരിലേക്ക് വരുന്നത്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സിന്. അപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ആദ്യം അതാണ് ചെയ്യുന്നത്. അതിനുശേഷം മാത്രമേ നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ആറാമത്തെ പ്രയോറിറ്റിയാണ് ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രയോറിറ്റിക്ക് ശേഷമാണ് ആർക്ക്, ഏഴാമത്തെ പ്രയോറിറ്റി ആയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിലെ ഫസ്റ്റ് പ്രയോറിറ്റി ലോജിക്കൽ ആൻഡിനാണ്. ദെൻ ലോജിക്കൽ ഓർ, ദെൻ ലോജിക്കൽ നോട്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പ്രയോറിറ്റി ആൻഡ് സെക്കൻഡ് പ്രയോറിറ്റി ആയിട്ട് ലോജിക്കൽ നോട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ലോജിക്കൽ ആൻഡ് ആണ്
വരുന്നത്. അതിന് ശേഷം 7ാമത്തെ പ്രയോറിറ്റി, 8ാമത്തെ പ്രയോറിറ്റി ലോജിക്കൽ ഓർ. 9th priority for conditional operator is a ternary operator. നമ്മളതിനെക്കുറിച്ച് കൂടുതൽ പിന്നെ ക്ലാസ്സിൽ പറയും. അപ്പോൾ 9ാമത്തെ പ്രയോറിറ്റി കണ്ടീഷണൽ ഓപ്പറേറ്റർ. 10th priority for assignment operator. 10ാമത്തെ ഏറ്റവും ലാസ്റ്റ് പ്രയോറിറ്റിയാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും അതേപോലെ ഷോർട്ട് ഹാൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. നമ്മൾ പറഞ്ഞ അരിത്തമാറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ലൈക്ക് പ്ലസ് ഈക്വൽ, മൈനസ് ഈക്വൽ, ഇൻറ്റു ഈക്വൽ, ഡിവ് ഈക്വൽ ഇങ്ങനെയുള്ള അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സിന് വരുന്നത്. ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നവർക്കാണ് കോമ. സോ ഇങ്ങനെയാണ് ഓപ്പറേറ്റേഴ്സിന് നമ്മളിപ്പോൾ പഠിച്ച എല്ലാ ഓപ്പറേറ്റേഴ്സിലും ഒരു എക്സ്പ്രഷൻ വന്നാൽ എങ്ങനെ നമ്മൾ ആർക്കാണ് പ്രയോറിറ്റി ചെയ്യേണ്ടതെന്നാണ് ഈ ഓർഡർ പറയുന്നത്. അപ്പോൾ പെരാന്തസിസ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം, അല്ലെങ്കിൽ മാത്രം നമ്മൾ ഈ ഓർഡർ ഫോളോ ചെയ്യാം. സോ കൺസിഡർ ആൻ എക്സാമ്പിൾ. എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു സി മൈനസ് ഡി. അപ്പോൾ ഇതൊരു എക്സ്പ്രഷനാണ്. ഈ എക്സ്പ്രഷൻസിൽ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് മാത്രമാണെങ്കിൽ കൂടെ നമ്മൾ അതിൽ ആദ്യം ഏത് പ്രയോറിറ്റൈസ് ചെയ്യണം? ഇതിലാദ്യം നമ്മൾ ആ പറഞ്ഞ പ്രയോറിറ്റി ആർക്കായിരുന്നു? അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിലെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇൻറ്റു ഡിവ് മോഡുലോ, അതിന് സെയിം പ്രയോറിറ്റിയാണ്. അതിന് ശേഷമാണ് പ്ലസും മൈനസും വരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സ്പ്രഷൻസിൽ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ലെറ്റ് ഇറ്റ് ബി എ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു 4, സി ഈക്വൽ ടു 3 ആൻഡ് ഡി ഈക്വൽ ടു 2 ആണെങ്കിൽ ഈ എക്സ്പ്രഷൻ എങ്ങനെ വന്നു? 5 + 4 × 3 - 2. അപ്പോൾ നമ്മളിതിൽ ആദ്യം ചെയ്യേണ്ടത് ആർക്കാ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ 5 + 12 - 2. പിന്നെ പ്ലസിനും മൈനസിനും സെയിം പ്രയോറിറ്റിയാണുള്ളത്. അതിൽ ആദ്യം ഏത് ഓപ്പറേഷനാണോ വരുന്നത് അത് ചെയ്യാം. അപ്പോൾ 5 + 12 ദാറ്റ് ഈസ് 17 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 15. സോ ഇങ്ങനെയാണ് ഒരു എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. എക്സ്പ്രഷനിൽ പ്രയോറിറ്റി ആർക്കാണോ ആ ഓപ്പറേഷനാണ് ആദ്യം പെർഫോം ചെയ്യുക. So these are the operators in C++ and its priority and the precedence.